പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മൈ ഫ്രണ്ട് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിശേഷിപ്പിച്ചത്. മോദി മികച്ച സുഹൃത്താണെന്ന് ട്രംപും പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ ട്രംപിന്റെ നടപടി സുഹൃത്താണെങ്കിലും ഇളവില്ല എന്നൊരു പ്രഖ്യാപനമാണ്. US-ൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും അധിക പിഴയും ചുമത്തുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഓഗസ്റ്റ് 1 മുതൽ, അതായത് നാളെ മുതൽ ഇതിപ്പോ പ്രാബല്യത്തിൽ വരും. ഒപ്പം പാകിസ്ഥാന് തലോടലുമുണ്ട്. ചോദ്യം ഇതാണ്, ട്രംപിന്റേത് കൊതിക്കെറുവോ? ട്രംപിന്റെ തന്നെ സ്വന്തം സോഷ്യൽ മീഡിയയായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഇന്ത്യ നമ്മുടെ സുഹൃത്താണെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ട്രംപ് വിശദീകരിക്കുന്നത്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഇന്ത്യക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ തീരുവ എത്രയാണ്? 25% ഇന്ത്യക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുവ. ഇത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളിലേക്കാണ് പ്രിയപ്പെട്ടവരെ ഈ മണിക്കൂറിൽ നമ്മൾ പോകുന്നത്. എന്തൊക്കെയാണ് ഇന്ത്യ അമേരിക്കയിലേക്ക് അയക്കുന്നത് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. പ്രധാനമായും വസ്ത്രങ്ങൾ, മരുന്ന്, സമുദ്രോൽപ്പന്നങ്ങൾ, യന്ത്രഭാഗങ്ങൾ, ഭക്ഷ്യധാന്യങ്ങളും പച്ചക്കറിയും, അതുപോലെ IT സേവനങ്ങളും, ഇവയൊക്കെയാണ് പ്രധാനമായും ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകുന്നത്. പോയ വർഷം ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടത്തിയ കച്ചവടം എത്രയാണെന്ന് അറിയാവോ? $13,000 കോടി. അതായത് ഇന്ത്യൻ മണിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 11 ലക്ഷം കോടി രൂപ. ഈ 11 ലക്ഷം കോടി രൂപ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, നമ്മുടെ രാജ്യം പ്രതിരോധ ചിലവിന് വേണ്ടി മാറ്റിവെക്കുന്നതിൻ്റെ 3-4 മടങ്ങ് അധികമാണ്. എന്താണ് അമേരിക്കയുടെ ലക്ഷ്യം എന്നൊരു ചോദ്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ നയതന്ത്ര ബന്ധത്തിൽ ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടെങ്കിലും അമേരിക്കയുമായി വളരെ സുദീർഘമായ ഒരു ബന്ധം, അല്ലെങ്കിൽ ഒരു സാംസ്കാരിക ബന്ധമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അമേരിക്കൻ രാഷ്ട്രീയത്തിലും കലയിലും വ്യവസായത്തിലുമെല്ലാം ഇന്ത്യയുടെ കയ്യൊപ്പുണ്ട്. വിശാലമായ ഇന്ത്യൻ സമൂഹം അമേരിക്കയിൽ ഉള്ളത് കൊണ്ട് കൂടിയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ ആവശ്യക്കാർ ഏറെയുള്ളത്. ഇന്ത്യയുമായി US-നുള്ള വ്യാപാര കമ്മി കുറയ്ക്കുകയും അധിക ചുങ്കം ചുമത്തുന്നതിലൂടെയും ട്രംപ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുമായി US-നുള്ള വ്യാപാര കമ്മി കുറയ്ക്കുക എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന്, ഇതിന് പുറമെ ഇന്ത്യൻ കമ്പനികളെ US-ൽ ഫാക്ടറി തുറക്കാൻ നിർബന്ധിതമാക്കുക. ഇത് രണ്ടുമാണ് പ്രധാനമായും ട്രംപ് ലക്ഷ്യമിടുന്നത്. ട്രംപിന്റെ ഈ തീരുവ പ്രഖ്യാപനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വരി ഇതാണ്: ഇന്ത്യ എക്കാലത്തും ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. ചൈനയ്ക്കൊപ്പം റഷ്യയുടെ എണ്ണ കൂടുതൽ വാങ്ങുന്ന രാജ്യവും ഇന്ത്യയാണ്. ലോകം മുഴുവൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയോട് ആവശ്യപ്പെടുന്ന ഒരു കാലമാണിത്. ഇതൊന്നും അത്ര നല്ലതിനല്ല. അതുകൊണ്ട് തന്നെ ഇതാ 25% നികുതി ഇന്ത്യക്ക് മേൽ ചുമത്തുന്നു. ഇങ്ങനെയായിരുന്നു ട്രംപിന്റെ ആ ഒരു പ്രഖ്യാപനം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു പ്രസ്താവനയ്ക്ക് രണ്ട് വശമുണ്ട്. ഒന്ന്, ഇന്ത്യ അമേരിക്കയിൽ നിന്നല്ല റഷ്യയിൽ നിന്നാണ് യുദ്ധോപകരണങ്ങൾ കൂടുതൽ വാങ്ങുന്നത് എന്നതിലെ ഒരു പ്രശ്നം. രണ്ട്, ഇന്ത്യയും ചൈനയും ചേർന്ന് ഇന്ധനം വാങ്ങി റഷ്യയെ സഹായിക്കുന്നു എന്നൊരു പരമാർത്ഥം. ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഇന്ത്യ റഷ്യ ട്രേഡ് ഡീല് കൂടി ഒന്ന് പരിശോധിച്ചാലോ? പ്രധാന വ്യാപാര ഉൽപ്പന്നങ്ങളിൽ നിന്ന് നമുക്ക് ആദ്യം തുടങ്ങാം. ഇന്ത്യ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നവ നമുക്ക് ആദ്യം പരിശോധിക്കാം. പ്രധാനമായും ക്രൂഡ് ഓയിലാണ് ഏറ്റവും വലിയ ഉൽപ്പന്നം. അതായത് റഷ്യയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്ത ഏറ്റവും വലിയ ഉൽപ്പന്നം ക്രൂഡ് ഓയിലാണ്. അടുത്തിടെ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കുകയും ചെയ്തു. രണ്ടാമത്തേത് റിഫൈനറി ഉൽപ്പന്നങ്ങളാണ്. മറ്റൊന്ന് ഇരുമ്പാണ്. പിന്നെയുള്ളത് രാസവസ്തുക്കൾ, പ്രത്യേകിച്ച് വളങ്ങളാണ്. പിന്നെ വിലപിടിപ്പുള്ള കല്ലുകൾ, അതുപോലെ ആയുധങ്ങൾ, പ്രതിരോധ സാമഗ്രികൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ. ഇനി ഇന്ത്യ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നവ കൂടി നമുക്ക് പരിശോധിക്കാം. പ്രധാനമായിട്ടും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളാണ്. ഇതിന് പുറമെ തേയില, കാപ്പി, മറ്റ് മസാലകൾ, വസ്ത്രങ്ങൾ, ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ, യന്ത്രങ്ങൾ, ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, IT സേവനങ്ങൾ, ഇതൊക്കെ ഇന്ത്യ റഷ്യയിലേക്കും കയറ്റി അയക്കുന്നുണ്ട്. വ്യാപാരത്തിന്റെ കണക്കുകളോട് പരിശോധിക്കാം. അതായത് 2023 കാലഘട്ടത്തിൽ ഇന്ത്യ റഷ്യ വ്യാപാരം $50 ബില്യൺ അതിൽ ഭൂരിഭാഗവും ഇന്ത്യ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത എണ്ണയുടെയും വളങ്ങളുടെയും മൂല്യമാണ്. റഷ്യയുമായി നടത്തുന്ന പുതിയ നീക്കങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇപ്പോൾ പുതിയ ശ്രമങ്ങൾ, ഇന്ത്യയും റഷ്യയും തമ്മിൽ നടക്കുന്ന പുതിയ ചർച്ചകളൊക്കെ പ്രധാനമായും ഒന്ന് റൂബിൾ രൂപ വ്യാപാര സംവിധാനമാണ്. റൂബിൾ രൂപ വ്യാപാര സംവിധാനം എന്ന് വെച്ചാൽ റഷ്യയുടെ റൂബിളും ഇന്ത്യയുടെ രൂപയും തമ്മിലുള്ള വ്യാപാര സംവിധാനം.
നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മറ്റൊന്ന് അന്തർദേശീയ റൂട്ടുകളൊക്കെ വിപുലീകരിക്കുന്നുണ്ട് രണ്ട് രാജ്യങ്ങളും. ഇന്ത്യൻ ബാങ്കുകൾ റഷ്യയിലും അതുപോലെ റഷ്യയുടെ ബാങ്കുകളൊക്കെ ഇന്ത്യയിലും തുറക്കാൻ, അതായത് പ്രവർത്തനം ആരംഭിക്കാനുള്ള ശ്രമങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. ഭാവിയിലെ സാധ്യതകളിലേക്ക് കൂടി പോവുകയാണെങ്കിൽ ഡിഫൻസ്, അതുപോലെ എനർജി, അഗ്രോടെക്, സ്പേസ്, ന്യൂക്ലിയർ എനർജി മേഖലകളിലൊക്കെ രണ്ടു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ സഹകരണത്തിനുള്ള സാധ്യതയുണ്ട്. ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ വഴി രണ്ടു നാടുകളും കൂടുതൽ നേട്ടങ്ങളും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇങ്ങനെയാണ് ഇന്ത്യ റഷ്യ ട്രേഡ് ഡീൽ വരുന്നത്. സത്യം പറഞ്ഞാൽ ഈ പാകിസ്ഥാനുമായി അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്ന കരാറും നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് ആത്യന്തികമായി ദോഷം ചെയ്യുന്ന ഒന്നാണ്. കാരണം പാകിസ്ഥാനിലെ എണ്ണപ്പാടങ്ങൾ അമേരിക്ക വികസിപ്പിക്കുക എന്നാൽ മറ്റൊരു ഗൾഫ് സൃഷ്ടിക്കുക എന്നുകൂടിയാണ് അതിനർത്ഥം വരിക. പാകിസ്ഥാന് സാമ്പത്തികമായി വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ചുരുക്കത്തിൽ അമേരിക്കൻ വിപണി എന്ന സ്വപ്നം തൽക്കാലത്തേക്കെങ്കിലും ഇന്ത്യക്ക് മുന്നിൽ അടയുകയാണ്. ഈ നികുതി ഇനി താഴണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അമേരിക്കയിൽ നിന്നുള്ള പാലും പാലുൽപ്പന്നങ്ങളും മാംസവും ഒക്കെ ഇറക്കുമതി ചെയ്യാൻ നമ്മുടെ രാജ്യം ഇന്ത്യ സമ്മതിക്കണം.